നമ്മൾ ഉണ്ടാക്കുന്നത് റാഗിപ്പൊടി കൊണ്ട് ഒരു അടിപൊളി ഡ്രിങ്കാണ്. റാഗിപ്പൊടി സാധാരണ കുട്ടികൾക്കൊന്നും കഴിക്കാൻ അത്ര ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ നമ്മളിത് പാലൊക്കെ ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഒരു സ്മൂത്തി സ്റ്റൈലുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാകും. മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കും കൂടിയാണിത്. ഗസ്റ്റ് വരുമ്പോഴായാലും നമ്മൾ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴായാലും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടി ഞാനൊരു 3 ടേബിൾ സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. റാഗിപ്പൊടി കടയിൽ വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ള റാഗി മിക്സിയിൽ പൊടിച്ചെടുത്താലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പച്ചവെള്ളമാണ്, സാധാരണ പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ അത് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുറച്ചൊരു പരന്ന പാത്രമാണ് എടുത്തിട്ടുള്ളത്, കാരണം പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം ചൂട് കൂടുന്തോറും ഇത് പെട്ടെന്ന് കട്ട കിട്ടുന്ന സാധനമാണ്. റാഗി എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് തിളച്ചാൽ മതി, ഒരുപാട് സമയം കുറുക്കിയെടുക്കുക വേവിച്ചെടുക്കുക ഒന്നും ചെയ്യണ്ട, ഒന്ന് തിളച്ചാൽ മതി. ഇപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഇനി ഇത് നമ്മൾ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ നന്നായി ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക്, ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട് ചൂടാറിയപ്പോൾ, ഒരു 4 ടേബിൾ സ്പൂൺ ഈ റാഗി എടുക്കുന്നുണ്ട്. ഞാൻ 2 ഗ്ലാസ് ഡ്രിങ്കാണ് എടുക്കുന്നത്. ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കാം. അതിലേക്ക് ക്യാരറ്റ് വേവിച്ചതാണ്, കുറച്ച് വെള്ളത്തിൽ ക്യാരറ്റ് കുക്കറിലൊന്ന് വേവിച്ചതാണ്. ഇതാ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോൾ ഇതുപോലെ ആവുന്ന ആ ഒരു പരുവത്തിലായി കിട്ടണം. അത് ആ വെള്ളത്തോടുകൂടി തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ക്യാരറ്റ് ഏകദേശം ഒരു 100 ഗ്രാം ഉണ്ടാവും. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരം എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഏലക്കാപ്പൊടിയാണ്. അത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പാലും കൂടിയും ചേർത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രം ബാക്കി പാൽ ചേർത്താൽ മതി. പാൽ എത്ര വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. മാക്സിമം പാലൊക്കെ ഉണ്ടായാൽ നല്ല ഹെൽത്തി ആയിരിക്കും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ, ക്യാരറ്റും റാഗിയും പാലും എല്ലാം കൂടി. അപ്പോൾ ഇതാ ഞാൻ പാലും കൂടി ഒഴിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. തിക്നെസ് എത്ര വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നല്ല തിക്കായിട്ടുള്ള സ്മൂത്തി ആയിട്ട് അങ്ങനെയാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി റാഗി കൂടുതൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ രണ്ടും ഏകദേശം ഒരേ ലെവലിൽ ഒരേ അളവിലേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല, അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. മാത്രമല്ല നല്ല ഹെൽത്തിയാണ്, വെറൈറ്റിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്